ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കഥ കേട്ടാലോ? ക്ലാസ്സിലിരുന്ന് വഴക്ക് കൂടിയതിന് സ്റ്റാഫ് റൂമിലെത്തിച്ചതാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജീവൻ, തേജസ്, പിന്റു എന്നീ കുട്ടികളെ. ക്ലാസ് ടീച്ചറായ റീന ടീച്ചർ എല്ലാവരെയും ഒന്ന് നോക്കി. എന്തായിരുന്നു ക്ലാസ്സിൽ പ്രശ്നം? ടീച്ചർ അവരോട് ചോദിച്ചു. അതെ ടീച്ചർ. എല്ലാവരും കൂടി ഒരുമിച്ച് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ആരെങ്കിലും ഒരാൾ പറയാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. ടീച്ചറെ, ഈ ജീവനും പിന്റുവും നമ്മുടെ ക്ലാസ്സിലെ ലെബിനെ കുറ്റിപ്പെൻസിൽ എന്ന് വിളിച്ച് കളിയാക്കി. അത് ചോദിക്കാൻ ചെന്നതാ ഞാൻ. ഇവന്മാരപ്പോ ഞാനുമായി വഴക്കുണ്ടാക്കി. തേജസ് പറഞ്ഞു. ജീവൻ, പിന്റു, ഈ കേട്ടത് ശരിയാണോ? ടീച്ചർ ചോദിച്ചു. ഇരുവരും തലയാട്ടി. നിങ്ങൾ എന്തിനാ ലെബിനെ കുറ്റിപ്പെൻസിൽ എന്ന് വിളിക്കുന്നത്? ടീച്ചർ ചോദിച്ചു. അതവന് ഉയരം കുറവായോണ്ടാ മിസ്സേ. ജീവൻ പറഞ്ഞു. ടീച്ചർ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. അല്ല തേജസ്, ലെബിനെ അവരങ്ങനെ വിളിച്ചതിന് നീ എന്തിനാ ചോദിക്കാൻ ചെന്നത്? ടീച്ചർ തേജസിനോട് ചോദിച്ചു. ലെബിൻ എന്റെ കൂട്ടുകാരനാ. അവനെ കുറ്റിപ്പെൻസിൽ എന്ന് വിളിച്ചാല് അവന് വിഷമം വരും. എന്നോട് പറഞ്ഞിട്ടുണ്ട്. തേജസ് പറഞ്ഞു. തേജസ്, നീ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് വഴക്കുണ്ടാക്കുകയല്ലല്ലോ വേണ്ടത്. കൂട്ടുകാരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ? ടീച്ചർ പറഞ്ഞു. കുട്ടികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങൾക്കത് അന്നേരത്തെ കാര്യമാണ്, ഒരു തമാശ. പക്ഷെ അത് കേൾക്കുന്ന ആളിന് ഒരുപാട് സങ്കടം വരും. അത് ആ ആളിന്റെ മനസ്സിൽ ഒരുപാട് കാലം കിടക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. റീന ടീച്ചർ പറഞ്ഞപ്പോൾ ജീവനും പിന്റുവും തലയാട്ടി. മനുഷ്യർക്കെല്ലാവർക്കും വ്യത്യസ്ത രൂപവും സ്വഭാവവും നിറവും ഒക്കെ ആയിരിക്കും. അതൊന്നും കുറ്റവും അല്ല കുറവും അല്ല. അതിന്റെ പേരില് ആരെയും കളിയാക്കരുത്. അങ്ങനെ കളിയാക്കാൻ പോയാല് നമ്മളെയും കളിയാക്കാൻ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കണം കേട്ടോ? ടീച്ചർ പറഞ്ഞു. ഞാൻ ഇനി ഒരു കഥ പറയാം. നിങ്ങൾ അമേരിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചു. കുട്ടികൾ തലയാട്ടി. എന്താ അത്? ടീച്ചർ ചോദിച്ചു. അതൊരു രാജ്യമാ. കുട്ടികൾ ഉറക്കെ പറഞ്ഞു. തെക്കേ അമേരിക്കയിലെ അർജന്റീനയിലുള്ള ഒരു നഗരമാണ് റൊസാരിയോ. അവിടെ ഒരു കുടുംബത്തില് ഒരു കുട്ടി പിറന്നു. കുട്ടിക്കാലത്തൊക്കെ വലുപ്പത്തിൽ ചെറുതായതുകൊണ്ട് ഒരുപാട് പേര് അവനെ കളിയാക്കി. ഫുട്ബോൾ കളിക്കാനൊക്കെ ചെല്ലുമ്പോ ഇവനെ കളിപ്പിക്കാൻ പറ്റുമോ, ബോളിന്റെ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു കളിയാക്കല്. എന്നാൽ ആ കുട്ടി വളർന്നു വലുതായി. അപ്പോഴും അവന് ഫുട്ബോൾ കളിക്കാനായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടം. അവൻ ഒരുപാട് കളികൾ ജയിച്ചു. സ്പെയിനിലെ ബാഴ്സലോണ എന്ന ക്ലബിന്റെ പ്രധാന താരമായി. അർജന്റീനയുടെ ദേശീയ ടീമിലെത്തി. പിന്നെ അവരുടെ ക്യാപ്റ്റനായി. ഒടുവില് ഖത്തറിൽ നടന്ന കഴിഞ്ഞ വേൾഡ് കപ്പില് ഫൈനല് ജയിച്ച് കപ്പിൽ മുത്തമിട്ടു. ഫുട്ബോളിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ടീച്ചർ പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായോ? ടീച്ചർ ചോദിച്ചു. ലയണൽ മെസ്സി. കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. വെരി ഗുഡ്. ഇത് കേട്ടപ്പോ ആരെയും കളിയാക്കരുതെന്നും എല്ലാവരും കഴിവുള്ളവരാണെന്നും മനസ്സിലായില്ലേ? ടീച്ചർ സ്നേഹത്തോടെ ചോദിച്ചു. അപ്പൊ കൂട്ടുകാരെ, ആർക്കും കൂടുതലും കുറവുകളും ഒന്നുമില്ല കേട്ടോ. ആരെയും കളിയാക്കരുത്. സ്നേഹം മാത്രമാണ് നമുക്കുള്ളിൽ വേണ്ടത്. അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.